പുതിയ കെപിസിസി അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. തിങ്കളാഴ്ച രാത്രി, അതായത് ഇന്ന് രാത്രി 11:45 അദ്ദേഹം ഡൽഹിയിൽ എത്തുമെന്നാണ് കേരള ഹൌസ് നൽകുന്ന സൂചനകൾ. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിവിധ കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് ഔദ്യോഗികമായി അദ്ദേഹം സമയം തേടിയിരിക്കുന്നത്. എങ്കിലും ഈ സന്ദർശനത്തിന്റെ പ്രധാന അജണ്ട കെപിസിസി അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള അനിശ്ചിതത്വം പരിഹരിക്കുക എന്നതാണ്. സംസ്ഥാന കോൺഗ്രസിൽ കെപിസിസി അധ്യക്ഷനില്ലാത്തത് നിലവിൽ വലിയ സംഘടനാ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം പുതിയ അധ്യക്ഷനെ നിയമിക്കേണ്ടത് ആവശ്യമാണെന്ന് ഒരു നിലപാടിലാണ് AICC നേതൃത്വം. നാളെ വി.ഡി. സതീശൻ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ട്. ഈ ചർച്ചകളിൽ കേരളത്തിലെ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച് തന്റെ നിലപാട് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് കടുത്ത നിലപാടിലേക്ക് എത്തുമെന്ന് അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് കേന്ദ്രം വഴങ്ങില്ല എന്നാണ് സൂചന. അതായത് ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. അവസാനം AK ആന്റണി ഇടപെടുന്നു, VM സുധീരൻ ഇടപെടുന്നു, അങ്ങനെ കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കളടക്കം ഇടപെടുന്നു. ഹൈക്കമാൻഡ് ആദ്യം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ അപ്പോൾ തന്നെ തിരുവനന്തപുരത്തടക്കം കേരളത്തിലെ പല ജില്ലകളിലടക്കം വി.ഡി. സതീശന് വേണ്ടിയുള്ള ഒരു മുറവിളി കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. സതീശൻ പക്ഷം, വി.ഡി. സതീശൻ പക്ഷം, അങ്ങനെ പലതരത്തിലുള്ള അടികൾ ഉണ്ടാവുന്നു. അങ്ങനെ സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയാക്കി ഒരു പ്രഖ്യാപിക്കുന്ന ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു സമ്മർദ്ദമൊന്നും ഉണ്ടാകില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശനോട് ചോദിക്കും ആരെ KPCC അധ്യക്ഷനാക്കണമെന്ന്. അതിനുശേഷം അന്തിമമായ തീരുമാനം മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ ഹൈക്കമാൻഡിലെ മറ്റ് ഉന്നത നേതാക്കൾ കൂടി ചേർന്നിട്ടായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അഭിപ്രായങ്ങൾ കേൾക്കുമെങ്കിലും അന്തിമ തീരുമാനം മിക്കവാറും KC വേണുഗോപാലിൽ നിന്നായിരിക്കും വരാൻ പോകുന്നത്. കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിലും കോൺഗ്രസ് ഭരണത്തിലുള്ള സംസ്ഥാനത്തെ ഭരണപരമായ കാര്യങ്ങളിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വാക്കുകൾക്ക് രാഹുൽ ഗാന്ധി മുൻതൂക്കം നൽകുമെന്നതാണ് പ്രധാനം. KC വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുന്ന സംഘടനാപരമായ സമമായ ഫോർമുലകൾക്ക് കേന്ദ്ര നേതൃത്വത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്. സംസ്ഥാനത്തെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അപ്പുറം പാർട്ടിയെയും ഭരണത്തെയും ഒന്നിച്ച് ശക്തമായി മുന്നോട്ട് നയിക്കാൻ കെൽപ്പുള്ള ഒരാളെ കണ്ടെത്തുക എന്നതാണ് ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെക്ക് താല്പര്യം കൊടിക്കുന്നിൽ സുരേഷിനെയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം കൊടിക്കുന്നിലാണ് സീനിയോറിറ്റി കൂടുതലും. കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷനാക്കാനുള്ള സാധ്യതയുമാണ് കൂടുതൽ. കൂടാതെ ഒരു ദളിത് പ്രാതിനിധ്യം മുൻനിർത്തിയാണ് ഖാർഗെ കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കണം എന്നുള്ള, അതായത് KPCC അധ്യക്ഷനാക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നത്. KPCC തലപ്പത്തേക്ക് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ ഒരു തുടർച്ചയ്ക്ക് ഒരു ഗുണം ചെയ്യുമെന്നാണ് ഖാർഗെയുടെ വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റു ചില പേരുകളാണുള്ളത്. പാർട്ടിയിലും ഭരണത്തിലും കൂടുതൽ ഊർജ്ജസ്വലതയും യുവത്വവും കൊണ്ടുവരാൻ സാധിക്കുന്ന നേതാക്കളെയാണ് രാഹുൽ ഗാന്ധി പരിഗണിക്കുന്നത്. ചിലപ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരും വരാം, നമ്മൾ പോലും വിചാരിക്കാത്ത പേരുകൾ വരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരമ്പരാഗത സമവാക്യങ്ങൾ മാറ്റിമറിച്ചുള്ള ഒരു പരീക്ഷണത്തിന് രാഹുൽ ഗാന്ധി മുതിർന്നേക്കുമെന്ന സൂചനകളുമുണ്ട്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചിലപ്പോൾ ഒരു വനിതയും വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനം.